ഇത് ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ചൊരു ബക്കറ്റിലേക്ക് എടുക്കുകയാണ്. നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിപ്പോൾ 1 മാസം കഴിഞ്ഞു. അത് നമുക്ക് എന്തായാലും നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം എവിടം വരെ ആയിന്ന്, ഇത് ഇത്രമാത്രം ദ്രവിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. കണ്ടോ, ഇതാണ് നമുക്ക് നിറയാറായി ടാങ്കിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് ഇത്രയും ദ്രവിച്ചു. അതുകൊണ്ട് ഇത് അരഭാഗം പോലും ഇപ്പോൾ ഇല്ല. ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം. ഇളക്കണമെങ്കിൽ അടിഭാഗം മുകളിൽ വരണം. നന്നായിട്ട് ഇളക്കണം. നല്ല ബലമുള്ള കമ്പ് ഉപയോഗിച്ച് ഇളക്കിയാലേ ഉള്ളൂ ഇത് അങ്ങനെ മുകളിലേക്ക് വരുള്ളൂ. ഉണ്ടോ? അപ്പോൾ ഇനിയും കുറേ നാൾ വേണം ഇത് ശരിയായി വരാൻ. ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഈ പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഉണ്ടോ? അടിഭാഗമൊക്കെ ദ്രവിച്ചു തുടങ്ങി. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനത് ഇളക്കി കൂട്ടി വെച്ചപ്പോൾ ഇത്രയുള്ള ആകെ ഒരു 3-4 ചാക്ക് കരിയിലയും പച്ചിലയെല്ലാം കൂടെ നമ്മൾ ചേർത്തതാണ്. അതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ എടുത്ത സ്ലറി ഇല്ലേ, അത് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് നനച്ചു കൊടുക്കണം. ഇത് ചാണകം കലക്കിയതാണെങ്കിലും മതി. എനിക്കിപ്പോൾ ചാണകം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്ലറി ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കുകയാണ്. ഇത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മളിനി ഇത് 1 മാസം കഴിയുമ്പോൾ വീണ്ടും തുറന്നു നോക്കി ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഇത്രയും മതി. ഇത്രയും ഞാൻ ഇളക്കി. ഇനി നമുക്കിത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ട് നന്നായിട്ട് മൂടിയിടാം. നേരത്തെ മൂടിയ പോലെ ടാങ്ക് മൊത്തം ഞാൻ കവർ ചെയ്യുന്നില്ല, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷീറ്റിട്ട് മൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഷീറ്റ് പറന്നു പോയിരിക്കാൻ വേണ്ടി വെയിറ്റൊക്കെ എടുത്ത് വയ്ക്കണം. ഉണ്ടോ, ഞാൻ അതിനകത്ത് കയറിയിരുന്ന് തന്നെ മൂടുക. നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് മൂടണ്ടേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നന്നായിട്ട് ഞാൻ മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെയിറ്റും കൂടെ വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ കരിയില വേഗം കമ്പോസ്റ്റായി മാറുന്നത്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇടയ്ക്ക് ഒരു 1-1.5 മാസം വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.